ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. നമ്മുടെ വാർത്തകളിലും യൂട്യൂബിലും നിറച്ചും ഇപ്പം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മുരാരി ബാബു എന്ന് പറയുന്ന ഒരു കള്ളസ്വാമിയെക്കുറിച്ചാണ് ചർച്ച. ഇവനെ സ്വാമിയാക്കിയവരെ വേണം ആദ്യം അടിക്കാൻ. എന്തായാലും നമ്മുടെ 24-ലൊക്കെ അയാളുടെ ചർച്ചയുണ്ടായിരുന്നു. റോക്കറ്റ് പറത്താൻ വരെ സമയം അങ്ങനെയാണ് കുറിച്ചു കൊടുത്തത്. മുരാരി ബാബു എന്ന് പറയുന്ന പെണ്ണുപിടിയൻ എന്ന് തന്നെ ഇവനെയൊക്കെ പറയണം. അവനാണ് ഇങ്ങനെ ഇരിക്കുന്നത് കള്ളസ്വാമി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ആളുകളുണ്ട് ഈ സ്വാമി ഈ കള്ളസ്വാമിയാർ എടുത്തു പോകും. ഒരു ജോലിയും ചിലപ്പോൾ ഇല്ലാത്ത കുറേ സ്ത്രീകളും ഇതിനായിട്ട് ഭർത്താവ് വേല ചെയ്ത് പൈസയൊക്കെ ഗൾഫിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് കൊണ്ട് കൊടുത്തുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഉടനെ ഏത് സ്വാമിയാണ് അവന്മാരെടുത്ത് ചെല്ലും. അവന്മാർ ആയി വരുന്ന ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ പിന്നെ ഇന്നവർ കൂടെ ഇത്രം ചെയ്തു, അടുത്ത ആൾ ചെയ്തു, ഇന്നവർ ചെയ്തു എന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ എവളുമാർ ഭർത്താവ് അയക്കുന്ന പൈസ കഷ്ടപ്പെട്ട് അവിടെ കിടന്ന് അയക്കുന്ന പണം കൊണ്ടുവന്ന് ഇവനൊക്കെ കൊടുക്കും. അല്ലെങ്കിൽ ആരെങ്കിലും കടം മേടിച്ച് കൊണ്ട് വന്ന് ഇവന്മാർക്ക് കൊടുക്കും. പിന്നെ കുറച്ച് സ്ത്രീകളുണ്ട് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. അപ്പുറത്തെ കുഞ്ഞിന് നല്ല മാർക്കുണ്ട്. സ്വാമി എൻ്റെ മോക്ക് പഠിക്കാൻ തീരെ ബുദ്ധിയില്ല, സ്വാമി ഒരു ചരടോ എന്തെങ്കിലും ജപിച്ചതാ സ്വാമി എന്നും പറഞ്ഞ് കുറച്ച് സ്ത്രീകൾ നടക്കുന്നു. അവർ ഈ വാർത്തയിൽ എന്തെല്ലാമാണ് വരുന്ന ഓരോ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതും കള്ളസ്വാമികളാണ് എന്നൊക്കെ എത്ര കേട്ടാലും മനസ്സിലാവാത്ത കുറച്ച് സ്ത്രീകൾ, ഒട്ടും ബുദ്ധിയും വിവരവും ഇല്ല എന്ന് തന്നെ പറയണം. ഭർത്താവ് വേല ചെയ്തുകൊണ്ട് പണം കൊടുക്കുക, ആ പണം എങ്ങനെയെങ്കിലും ചിലവാക്കണ്ടേ, ഇതേ കണക്ക് കൊണ്ടുവന്ന് കണ്ട കള്ളസ്വാമിയൊക്കെ കൊടുക്കും. അവന്മാർ പറയുന്നത് അറ്റവും മൂലയും കേട്ടിട്ട് അതാണ് ശരി എന്നും പറഞ്ഞ് നടക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. മന്ത്രവാദം കൂടെത്രോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നു. അവർ ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കുക. ഇങ്ങനെയുള്ള മുരാരി കള്ളസ്വാമിമാരെടുത്ത് ചെന്ന് വീഴാതിരിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിക്കാതിരിക്കുക. ഈ മുരാരി ബാബുവിൻ്റെ നാട്ടിലുള്ള ആളുകൾ പറയുന്ന കേൾക്കണം ഇവനെക്കുറിച്ച്. പണ്ട് ആട്ടോ ഓട്ടിച്ചുകൊണ്ട് നടന്നവനാണ് അവൻ. ചാരായ കച്ചവടം വരുന്നു. എങ്ങനെയോ പേർഷ്യയിൽ പോയി 10 പണം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു ജോത്സ്യൻ എന്നും പറഞ്ഞ് തുടങ്ങി എന്നൊക്കെ ആളുകൾ പറയുന്നു. അവിടെ കുറേ ആളുകൾ വെളിയിൽ നിന്നാണ് വരുന്നത്. അവിടങ്ങളിലുള്ള ആരും ഇവൻ്റെ അടുത്ത് പോവാറില്ലെന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇവൻ ലോക കള്ളസ്വാമിയും തട്ടിപ്പുകാരനുമാണെന്നാണ് അവിടെയുള്ള ജനങ്ങൾ പറയുന്നത്. അറബികളോ പുറത്തുനിന്നൊക്കെയാണ് ആളുകൾ ഇവിടെ വന്ന് ഇറങ്ങുന്നതെന്നാണ് അവിടെയുള്ള ജനങ്ങൾ പറയുന്നത്. 24 ചർച്ചയിൽ ശ്രീകണ്ഠൻ നായരുമായിട്ട് ചർച്ചയുണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടു. റോക്കറ്റ് വിടാൻ വരെ ഞാൻ സമയം എഴുതി കൊടുത്തിരുന്നു. എന്ന് വെച്ചാൽ ഇവ എഴുതി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇനി റോക്കറ്റ് വിടൂ, ഇവൻ പറയുന്ന സമയത്തെ വിടാൻ പറ്റൂ. തള്ളുന്നതിനൊക്കെ ഒരു പരിധി വേണം ഇവനൊക്കെ. ഇതേ കണക്കാണ് ഓരോരുത്തർ നോക്കാൻ വരുമ്പോൾ ഓരോരുത്തരെടുത്ത് തള്ളി മറിക്കുന്നത്. ഈ തള്ളിൽ വീഴും. ഏറ്റവും കൂടുതലും നമ്മുടെ നാട്ടിൽ സ്ത്രീകളാണ് ഇങ്ങനെയുള്ള കള്ളസ്വാമിയാരെടുത്ത് പോകണം. അത് അവന്മാർ മുതലെടുക്കും. അവരെ കയ്യിൽ നിന്ന് ഊറ്റാവുന്നത് മൊത്തം. ഭർത്താവ് കഷ്ടപ്പെട്ട് മരുഭൂമി കിടന്നായിരിക്കും കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയായിരിക്കും, കൂലിപ്പണിയായിരിക്കും. ആ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പണം ഇവന്മാർക്കാണ് ഉപയോഗിക്കുന്നത്, അല്ല വീട്ടിലെ കാര്യങ്ങൾക്കല്ല. ആ സ്വാമി പറഞ്ഞ് നമുക്ക് ഇന്ന കഷ്ടതയുണ്ട്, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടില്ല, നമ്മൾ നശിച്ചു പോകുന്നു, ഇന്നത് ചെയ്താൽ രക്ഷപ്പെടുമെന്നും പറഞ്ഞ് കുറച്ച് സ്ത്രീകളുണ്ട്. ഇതിൻ്റെ പിറക്കെ അടക്കും. ഇതിൻ്റെ ഇടയിൽ മക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെയും വിളിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ ഈ അമ്മ മോളെ ദേഹത്ത് ബാധ കയറി ഒറ്റയ്ക്ക് പൂജ ചെയ്യണമെന്ന് പറ്റത്തില്ല സ്വാമി, ഞാനും കൂടെ വരാം, എൻ്റെ മോളെ ഒറ്റയ്ക്ക് പറ്റത്തില്ല, നീ അമ്മച്ചിക്ക് പറഞ്ഞുകൂടായിരുന്നു. എന്താ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത സ്ത്രീയാണ് ഇവർ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ളമാരെ വളർത്തുന്ന നമ്മുടെ സ്ത്രീകളാണ്. പുരുഷന്മാർക്ക് ഇത്ര ആളുകളില്ല ഇങ്ങനെ പോണത്. ഈ സ്വാമിമാരെടുത്ത് ഈ സ്ത്രീകളാണ് ചെറിയൊരു വിഷമം വന്നാലും സ്വാമിമാരെടുത്ത് പോകും. നമ്മൾ വിചാരിക്കണം നമ്മുടെ വിഷമം മാറണമെന്ന്. അല്ലാതെ സ്വാമിയോ മറ്റാരും വിചാരിച്ചാൽ നമ്മുടെ വിഷമം മാറില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് പ്രശ്നമുണ്ട് അത് നമ്മൾ നേരിടാൻ ആദ്യം പഠിക്കണം. അല്ലാതെ ഒരു സ്വാമിയോ മന്ത്രവാദിയോ ആര് പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മളെ പ്രശ്നം മാറില്ല. നമ്മൾ സ്വയം ചിന്തിക്കണം. നമ്മൾ ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ടാൽ ആ പ്രശ്നം എങ്ങനെ മാറ്റാം കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ നമ്മൾ അടുത്ത പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയല്ല. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഇവനെ കണ്ടാർക്കേണ്ടല്ലോ, ഇവൻ്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാനാണ് എനിക്ക് തോന്നി. ഞാനൊരു അമ്മയാണ്, അവിടെ വെച്ച് അവനെ അടിക്കേണ്ടതാണ്. ഒരു നാണവും അവൻ്റെ കുറേ കുറിയും അവൻ്റെ മറ്റെടുത്ത് കുറേ വാരിയിട്ടുകൊണ്ട് നടക്കുന്നു. ഇവനെയൊക്കെ ഫോളോ ചെയ്യാൻ കുറേ ആളുകൾ ഇവനെയൊക്കെ പറഞ്ഞിട്ട്